നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതൃത്വവുമായുള്ള വിള്ളൽ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ശശി തരൂർ MP ഒഴിഞ്ഞുമാറിയത് ശ്രദ്ധേയമായി. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനെയും പ്രശംസിച്ചതിനെ തുടർന്ന് പാർട്ടി നേതാക്കൾക്കിടയിൽ നിന്നും ഉയർന്നുവരുന്ന വിമർശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ദുബായിൽ നടക്കുന്ന ഇന്ത്യ പാക് ICC ചാമ്പ്യൻസ് ട്രോഫി മത്സരം പോയി കാണൂ എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ പ്രതികരണം. നിങ്ങൾക്കും പാർട്ടിക്കും ഇടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു നേതാവിന്റെ മറുപടി. കേരളത്തിലെ CPM സർക്കാരിന്റെ വികസന നയങ്ങളെയും പ്രധാനമന്ത്രി മോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയെയും പ്രശംസിച്ചതു മുതൽ നിരവധി കോൺഗ്രസ് നേതാക്കളിൽ നിന്നും രൂക്ഷമായ വിമർശനങ്ങളാണ് തരൂർ നേരിട്ടുകൊണ്ടിരുന്നത്. ഫെബ്രുവരി 14 ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ ലേഖനത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ കേരള സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്തതിനെ ശശി തരൂർ വലിയ രീതിയിൽ പ്രശംസിച്ചിരുന്നു. തരൂരിന്റെ പ്രസ്താവന ഇടതു നേതാക്കൾ സ്വാഗതം ചെയ്തപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് വലിയ വിമർശനങ്ങൾക്കിടയാക്കി. വിമർശനം ശക്തമായപ്പോൾ ചെറിയ മയപ്പെടുത്തൽ വരുത്തിയെങ്കിലും തന്റെ നിലപാടിൽ നിന്നും ഇതുവരെ അദ്ദേഹം പിറകോട്ടു പോകാൻ തയ്യാറായിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ സ്റ്റാർട്ടപ്പ് മേഖലയുടെ വളർച്ചയിലൂടെ വ്യാവസായിക ഭൂപ്രകൃതിയുടെ പരിവർത്തനം എന്ന പ്രത്യേക വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഞാൻ ഈ ലേഖനം എഴുതിയത്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഈ മാറ്റത്തിന് തുടക്കമിട്ടത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് അംഗീകരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് മാത്രമായിരുന്നു തരൂരിന്റെ തിരുത്ത്. അതേസമയം ഏറ്റവും അവസാനമായി ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ പോഡ്കാസ്റ്റിന് നൽകിയ തരൂരിന്റെ അഭിമുഖവും വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട്. വികസന വിഷയത്തിലെ വിവാദം കത്തി നിൽക്കെയാണ് പാർട്ടി നേതൃത്വത്തെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടുള്ള അഭിമുഖവും വരുന്നത്. കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ മുന്നിലുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ട്. പാർട്ടി അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ പാർട്ടിക്കൊപ്പം ഉണ്ടാകും. ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് 3ാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നാണ് ശശി തരൂർ അഭിമുഖത്തിൽ പറഞ്ഞത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത മുന്നേറ്റത്തിന് ശേഷം തുടർച്ചയായി വിവിധ സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ പാർട്ടി തങ്ങളുടെ വോട്ടർ അടിത്തറയ്ക്ക് പുറത്തുള്ള ആളുകളെ കൂടുതലായി ആകർഷിക്കേണ്ടതുണ്ടെന്ന് തരൂർ പറഞ്ഞു. തനിക്ക് വ്യക്തിപരമായി ലഭിച്ച പിന്തുണ ഇതിന് ഒരു ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മുടെ സ്വന്തം വോട്ട് ബേസ് കൊണ്ട് നമുക്ക് എല്ലാം സുഖകരമാവുമോ? 26-27% അധികമായി കിട്ടിയാലേ അധികാരത്തിലെത്താൻ കഴിയൂ. അതിനാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തങ്ങളെ പിന്തുണയ്ക്കാത്തവരെ തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കണം. തിരുവനന്തപുരത്തെ തന്റെ തെരഞ്ഞെടുപ്പ് വിജയവും തരൂർ എടുത്തുകാട്ടി. തരൂരിന്റെ സമീപകാല ചെയ്തികൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന്റെ ഭാഗമായ ഇടപെടലാണ് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നത്. UDF മുന്നോട്ട് വെക്കുന്ന മുഖ്യമന്ത്രി മുഖമായി തന്നെയും പരിഗണിക്കണമെന്നാണ് തരൂരിന്റെ ആവശ്യം. സമീപകാല സർവേകളിൽ കോൺഗ്രസ് നേതാക്കളിൽ മുഖ്യമന്ത്രിയാകാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവാണ് ശശി തരൂർ. തുടർച്ചയായി 4 വട്ടം തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ചു വന്ന ആത്മവിശ്വാസവും തരൂരിനുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി യുവാക്കളിൽ തനിക്കുള്ള സ്വാധീനം പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് തരൂരിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും അടച്ചിട്ട മുറിയിൽ രാഹുലും തരൂരും നടത്തിയ സംഭാഷണത്തിൽ ഉരുത്തിരിഞ്ഞതെന്തെന്ന് ഇരുകൂട്ടരും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് എന്താവാം പരിസമാപ്തി എന്ന് കാത്തിരുന്ന് കാണാം.